You cannot go through a single day without making an impact on the world around you. What you do makes a difference, and you have to decide how much of a difference you want to make. You're on the Happiness Project, and I'm Dhanya Varma. Jayakumar C, director of Tunnel, is one of the top environmentalists from the state who has been spearheading a movement towards generating awareness and also help make policy decisions in the area of pesticides management, organic farming, and even major environmental issues. Proud and happy to have him on the show. Welcome to the Happiness Project, Jayakumar sir. നമ്മൾ ഇതിനു മുമ്പ് കണ്ടപ്പോൾ സാറിൻ്റെ വാടക വീടൊന്നും മാറില്ല, ഞാൻ എൻ്റെ സ്വന്തം വീട് കൺസ്ട്രക്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇതൊരു 8 വർഷം മുമ്പത്തെ കാര്യമാണ് ചോദിക്കണേ. ഞാൻ വാടക വീട് നിന്നും മാറിയിട്ടില്ല. വാടക വീട് തന്നെ, സ്വന്തം വീടും കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ വൈഫിന്റെ വീട്ടിൽ കുറച്ച് എന്താ റിപ്പയർ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ സ്വന്തം വീട് എടുക്കില്ല. എനിക്ക് ആ ലോജിക് ഇല്ലേ. ഞാനിപ്പോൾ വർഷം 8 കഴിഞ്ഞു, എന്നാലും എനിക്ക് ആ ലോജിക് എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പറയോ? ഐ മീൻ, എന്തുകൊണ്ട് നമ്മൾ സ്വന്തം വീടുണ്ടാക്കണം, അതിൻ്റെ ആവശ്യം എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ റേസ് ചെയ്തിരുന്നു. അതിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. എനിക്ക് തോന്നുന്നു അത് പറയുമ്പോൾ എനിക്ക് അന്നുള്ളതിനേക്കാൾ ഇന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളത്, നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി വിജയാനന്ദ് റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനോട് ചോദിക്കും വീട് വെച്ചോ. അദ്ദേഹം പറയണത് ഞാൻ ഇപ്പോഴും അച്ഛൻ ആരുടെ കൂടിയാണെന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയും ഞാൻ അച്ഛൻ്റെ കൂടെ താമസിക്കുന്നു. അപ്പോൾ അത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും ആ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നിന്നും ഇപ്പോൾ നമ്മൾ കേരളത്തിലെ വീടുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും എത്രയോ ഇരട്ടി, നമുക്കിവിടെ ഇന്ന് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ വീടുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ ന്യൂ പ്രോജക്ട്സിൽ തന്നെ 30 to 40% എംറ്റിയാണ്. നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ലോക്ക്ഡപ്പ് ആയിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റിൽ, എസ്പെഷ്യലി പേഴ്സണൽ ഹോംസിലാണ്. അതുകൊണ്ട് തന്നെ if you really want to be committed to environment, then you should not build your house because there are enough houses to stay. എനിക്ക് അതിശയം തോന്നുന്നത് നമ്മളിങ്ങനെ എസ്പെഷ്യലി സൗത്ത് കേരള സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ അൺബിലീവബ്ലി മാസീവ് ഹൗസസ് ആണ്. ഹൗ ഡു യു സീ ഒരു എൻവയറമെന്റലിസ്റ്റ് എന്ന നിലയ്ക്ക് ഈ വലിയ വലിയ പലേഷ്യൽ ഹൗസസ് കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുക? ഐ ഫീൽ എ സിൻ ടു ദ സ്റ്റേറ്റ്. എനിക്കൊന്ന് നമ്മളൊരു യു സെഡ് ലാസ്റ്റ് 8 years, എനിക്കൊന്ന് കഴിഞ്ഞൊരു 25 വർഷത്തെ കേരളത്തിലെ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഏറ്റവും നാശം ഉണ്ടാക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ആക്ടിവിറ്റിയും മലയാളി ചെയ്തിട്ടുള്ളത് വീട് വെക്കണം, കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു സാധനത്തിൽ. അത് ഒരുപക്ഷെ നമ്മൾ ആ കൺസ്ട്രക്ഷനിൽ ഇപ്പോൾ ഒരു ജസ്റ്റിഫിക്കേഷനിലത്തെ കൺസ്ട്രക്ഷനാണ്. വീട്ടിൽ അച്ഛൻ അമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഞാൻ എവിടെയെങ്കിലും നിൽക്കുന്നു. അപ്പോൾ ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അതിന് പകരം നമ്മൾ പിന്നെയും എനിക്ക് എൻ്റെ ഓഫീസിലുള്ളൊരു കൊലീഗ് പറഞ്ഞ അയാളുടെ ബാച്ച്മേറ്റ് ടെക്നോ പാർക്കിലെ കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ 8ാമത്തെ വീട് ഗുരുവായൂർ വയ്ക്കുന്നുണ്ടെന്ന്. 8ാമത്തെ വീട് ഗുരുവായൂർ വയ്ക്കുന്നത്. കാരണം ഒന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള അവിടെയാണ് ഒരു പക്ഷേ നമ്മുടെ ഗവേണൻസിൻ്റെ ഫെയിലിയർ വരുന്നത്. ആസ് എ ഇൻഡിവിജ്വൽ, ഇഫ് ഐ ഡു, ഞാനൊരു ലോൺ എടുത്ത് വീട് വെച്ചിരുന്നെങ്കിൽ ഐ സേവ് എ ലോട്ട് ഓഫ് ടാക്സ് മണി. ഇഫ് എൻ്റെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി, എൻ്റെ അച്ഛൻ ഏതെങ്കിലും ഒരു ലാൻഡ് വിറ്റ് പൈസ എനിക്ക് തരികയാണെങ്കിൽ, ഇഫ് ഐ മേക്ക് എ ഹൗസ്, ഐ സേവ് ഓൺ മൈ ടാക്സസ്, ഐ സേവ് ഓൺ മൈ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ദാറ്റ് ആൻഡ് റവന്യൂ ഫ്രം റെൻറ്റ് ക്യാൻ ബി ഓൾവേസ് covered up. So the as an economic model, people are tempted to make houses, and which is so in two accounts. One, it is a bad economic model. It is a very bad governance issue of the state. It is a failure of the state എന്ന് വേണം നമുക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും. ഫെയിലിയർ ഓഫ് ദ സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻഡോസൾഫാൻ ഇഷ്യൂവിൻ്റെ കാര്യം വന്നത്. സാറിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ എൻഡോസൾഫാൻ ഇഷ്യൂ ആണ് ഒരു ഹാർഡ് കോർ, ഒരു സയൻറ്റിഫിക് റിസർച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഹാർഡ് കോർ ആക്ടിവിസ്റ്റായിട്ട് മാറ്റിയത് എൻഡോസൾഫാൻ്റെ ഇഷ്യൂ കവർ ചെയ്യാൻ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് കവർ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ്. ആ സംഭവം ദാറ്റ് ചേഞ്ച്ഡ് യു ആൻഡ് പുട്ട് യു ഓൺ ദിസ് ട്രാക്ക്. ആ സ്റ്റോറി, ആ സംഭവം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു തണലിൽ കീടനാശിനികളെ കുറിച്ച് വർക്ക് ചെയ്തിരുന്നത് എൻ്റെ വൈഫ് ഉഷയാണ്. അപ്പോൾ ഉഷ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് കേരളത്തിലുള്ള വെജിറ്റബിൾസിനെ കുറിച്ച്, റൈസ്, കാർഡമം, അത്തരത്തിൽ
വളരെ ഫോക്കസ്ഡ് ആയിട്ട് റൈസിന് പെസ്റ്റിസൈഡ് ഇമ്പാക്റ്റിനെ കുറിച്ച് കുറേ വർക്ക് ചെയ്യുന്നു. പിന്നെ പെസ്റ്റിസൈഡ് പോയ്സണിങ്ങിനെ കുറിച്ച് വർക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സൂയിസൈഡ്സ് ലിങ്ക് ചെയ്തിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഉണ്ട്. പിന്നെ ആക്സിഡൻ്റൽ എക്സ്പോഷേഴ്സ് ഉണ്ട്. കുട്ടികൾ പലരും വീട്ടിലുള്ള പെസ്റ്റിസൈഡ് കണ്ടിട്ട് അത് അറിയാതെ എടുത്ത് കഴിച്ചിട്ടുള്ള മരണങ്ങൾ. അപ്പോൾ അതിനൊന്ന് മോണിറ്റർ ഒരു അക്കാഡമിക് എക്സസൈസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കാസർഗോഡ് നിന്ന് ലീലാകുമാരി അമ്മ എന്ന് പറയുന്ന പെരിയയിലുള്ള ഇപ്പം നമ്മൾ ലീലേറ്റിയാണ്. അപ്പോൾ ലീലേറ്റി പയ്യന്നൂരുള്ള പത്മനാഭ മാഷ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയും. പത്മനാഭ മാഷ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നിടത്താണ് തുടങ്ങുന്നത്. അപ്പോൾ ഉഷയും തണലിലുള്ള മറ്റ് പ്രവർത്തകരൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ ഞാനും ശ്രീധരൊക്കെ കൂടെ ഞങ്ങൾ ഇത് കേസിലേക്ക് ലീലാകുമാരി അമ്മ കേസ് നടത്തുന്നത്, തണലല്ല, ലീലാകുമാരി അമ്മയുടെ കേസിൽ ലീലാകുമാരിയുടെ സഹായിക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളിങ്ങനെ ലീലേറ്റി അവരുടെ അടുത്തുള്ള കുറച്ച് വിക്ടിംസിനെ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് പോകേണ്ടത്. അപ്പോഴാണ് നമ്മളൊരു ഹ്യൂമൻ സഫറിങ് കാണുന്നത്. അതിനു മുന്നേ നമ്മൾ ഇന്ത്യൻ ഇൻസെക്ടിസൈഡ് ആക്ടിൻ്റെ വയലേഷൻസ് എങ്ങനെയാണ് ലീഗലി തെറ്റായിട്ട് ഉപയോഗിക്കുന്നത്, ഇൻഫോം ചെയ്യാതെ ഉപയോഗിക്കുന്നു, അതിലൊക്കെയാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ ഡയമെൻഷൻ മാറുകയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എന്നെ വല്ലാതെ ടച്ച് ചെയ്ത ഒരാൾ അവിടെ ബേഡു എന്ന് പറഞ്ഞൊരു ഷെഡ്യൂൾ ട്രൈബിലുള്ള ആളാണ്. അദ്ദേഹം ഞങ്ങളോട് അന്ന് ലീലേറ്റിയുടെ മുന്നിൽ വെച്ച് നെറേറ്റ് ചെയ്തത് ഞങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് മുഴുവൻ അങ്ങനെ കൃഷി ചെയ്തതിനെ കുറിച്ചാണ്. പക്ഷേ അദ്ദേഹത്തിന് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് അത് ടേക്ക് ഓവർ ചെയ്യുന്നു, അവിടെ PCK വരുന്നു. അയാളൊരു ഒരു മാർജിനലൈസ്ഡ് ആളായിട്ട് താമസിച്ചിട്ട് അവിടെ അയാൾക്ക് ഈ കീടനാശിനി ഒഴുകുന്ന അരുവിത്തീരത്താണ് താമസിക്കുന്നത്. അയാളുടെ വീട്ടിലുള്ള സഫറിങ്സിൻ്റെ ഒരു ബയോളജിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പ്രയാസമാണ്. അയാൾക്കുള്ള ഡിസീസസ് ഡിഫറെൻ്റ് ആണ്, അയാളുടെ ഗ്രാൻഡ് ചിൽഡ്രനുള്ള ഡിസീസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു കോസ്റ്റ് കോൺസിക്വൻസിലേക്ക് ലിങ്ക് ചെയ്യാൻ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ അതിലൊരു ഇൻഡെപ്ത് വർക്ക് വേണമെന്നുള്ളതിലും അതിലൊരു വേറൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിലെ റെക്കോർഡ്സൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മോനോട് പറയുന്നത് ഞങ്ങൾക്ക് അടുത്ത വീട്ടിൽ പോയി ഇളനീര് പറിച്ചുകൊണ്ടാണ്. കാരണം ഇവർ എറണാകുളത്തും തിരുവനന്തപുരത്തും വന്നവരിൽ വലിയൊരു ഹോസ്പിറ്റാലിറ്റി ഇവിടെ. അപ്പോൾ അതിൽ നമ്മൾ ഐ ഗോട്ട് ടോട്ടലി സക്ഡ് ഇൻ ടു ദ ഹോൾ ഇഷ്യൂ ബിക്കോസ് ഓഫ് ബേഡു. ബേഡു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കൊന്ന് ഒരു 10-12 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ഇറ്റ് ഇസ് സംതിങ് ഐ ഡു ഇറ്റ് ഫോർ ബേഡു, നോട്ട് ഫോർ എനി അതർ പേഴ്സൺ. 1996 തുടങ്ങിയ ജേർണി ഐ തിങ്ക് 2011 ഒരു ശരിക്കും പറഞ്ഞ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് വരികയും ഒരു തീരുമാനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നത്. ഡു യു സീ ദാറ്റ് as a big achievement by itself for all environmentalists? ഇപ്പം സാറിന് മാത്രമല്ല ബാക്കിയുള്ളവർക്കും. അല്ല, എനിക്ക് തോന്നുന്നൊരു 1978 കാസർഗോഡ് ആദ്യമായിട്ട് ശ്രീപട്ടർ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് ലൈഫ് ഈസ് ചീപ്പർ ദാൻ കാഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു പോപ്പുലർ ആർട്ടിക്കിൾ എഴുതി. അപ്പോൾ ആ ആർട്ടിക്കിൾ അന്ന് ആരും മനസ്സിലായിട്ടില്ല എന്താണ് അദ്ദേഹം എഴുതിയത്. 78 അദ്ദേഹം എഴുതിയത് എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ ഞങ്ങൾ ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് 96 ആ സമയത്ത് ലീലേറ്റി 98 ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ 2002 വരെയൊക്കെ ഞങ്ങളും ഇതിനകത്ത് എന്താണ് ഇതെന്നുള്ളതിനെക്കുറിച്ച് വി വർ ജസ്റ്റ് there is not much information. അപ്പോൾ ഇന്ത്യയിൽ വളരെ ഇൻഫർമേഷൻ കുറവായിരുന്നു. നമ്മൾ ചോദിക്കുമ്പോഴും അന്ന് ഇൻ്റർനെറ്റൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പല ഓതേഴ്സിനും നമ്മൾ കത്തുകൾ എഴുതി വെയിറ്റ് ചെയ്യുക, അവരുടെ പേപ്പേഴ്സ് അയച്ചു തരിക. ആ ഒരു ഇതിലായിരുന്നു 2001 ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കുറച്ചുകൂടെ UNEP ഒരു സ്റ്റോക്ക്ഹോം കൺവെൻഷൻ്റെ ഒരു നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അതിൽ ഇമെയിൽസൊക്കെ അയക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു വി ആർ ഹാവിങ് എ മീറ്റിംഗ് ഇൻ ബോൺ ഇൻ 2000 മാർച്ച്. അപ്പോൾ വൈ ഡോണ്ട് യു കം, UNEP വിൽ പേ ഫോർ യുവർ ട്രാവൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ഇന്ത്യക്ക് പുറത്തുള്ളൊരു ഇൻഫർമേഷൻ സീക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ദർ ഇസ് ടൺസ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ ആൻഡ് ദർ ഇസ് സെവറൽ പീപ്പിൾ അക്രോസ് ദ വേൾഡ് ഫൈറ്റിംഗ് ഫോർ ഗെറ്റിംഗ് റിഡ് ഓഫ് ദിസ് എൻഡോസൾഫാൻ എന്നുള്ള ആ ഒരു ഗ്ലോബൽ പ്രോസസ് തിരിച്ചറിവുണ്ടാകും. And then you took it to, of course, to a different level globally. And അവിടെ നിന്ന് തിരിച്ചൊരു ജഡ്ജ്മെന്റ് വരികയും അതിൽ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയം ആയപ്പോഴേക്കും ഇത് കേരളത്തിൻ്റെ ഒരു ഇഷ്യൂ ആയി മാറി. സോ ഒരു 78 ഇറ്റ് വാസ് കാസർഗോഡ് ഇഷ്യൂ ബൈ നമ്മുടെ മാധ്യമങ്ങളുടെ വലിയ ശ്രമമുണ്ട്. പല രാഷ്ട്രീയ പ്രവർത്തകരും വളരെ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു ഇറ്റ് ബിക്കേം എ ടോട്ടൽ കേരള സ്റ്റോറി. അപ്പോൾ ആ സമയത്ത് വി ക്വൈറ്റ്ലി took a retreat from Kerala and we took it to the global in terms of a policy making. പിന്നെയാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഒരു കൺവെൻഷനായി ലീഗലി ബൈൻഡിങ് കൺവെൻഷൻ ആകുന്നത്. ഇതിലൊരു അഡ്വാൻറ്റേജ് ഉള്ളത് UNEPയുടെ ഈ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്ന് പറയുന്ന ലീഗലി ബൈൻഡിങ് കൺവെൻഷനിൽ അതിൻ്റെ അകത്ത് ഈ കെമിക്കൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബാൻഡ് ഗ്ലോബലി ആൻഡ് ദാറ്റ് ഈസ് ത്രൂ എ ഡ്യൂ പ്രോസസ്.
ഒരു 10 വർഷം എടുത്ത് എല്ലാ ഗവൺമെൻറ്റ്സിനെയും കൺസൾട്ട് ചെയ്ത് എല്ലാവരെയും ഹിയർ ചെയ്ത് അതിൻ്റെ സയൻറ്റിഫിക് ഫാക്റ്റ് മുഴുവൻ അനലൈസ് ചെയ്തെടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ ദാറ്റ് ഈസ് എ മച്ച് ബിഗർ അച്ചീവ്മെൻറ്റ് ദാൻ us, and it changed the global thinking on pesticides. So we are very happy about that. ഇപ്പോൾ തങ്ങളുടെ ഫോക്കൽ ഏരിയ എന്താണ്? കുറേ ഏരിയാസിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ഓർഗാനിക് ഫാമിംഗ് ആണെങ്കിലും പെസ്റ്റിസൈഡ്സ് അതിൻ്റെ റെഗുലേഷനിലാണെങ്കിലും കുറേ ലെവൽസ് ഓഫ് ഈവൻ പാഡി ഫീൽഡ്സ് റിലേറ്റഡ് ആയത് പുതിയ ഗ്രെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പേഴ്സണലി ഒരു ഫോക്കൽ ഏരിയ ഉണ്ടെങ്കിൽ, സാറിന് തന്നെ പേഴ്സണൽ ഫേവറേറ്റ് ഒരെണ്ണം ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് വിച്ച് ഇഷ്യൂ? എനിക്കൊന്ന് ഈ എൻഡോസൾഫാൻ വന്നപ്പോഴേക്ക് ഐ വാസ് ടോട്ടലി സക്ഡ് ഇൻ ടു ദ പെസ്റ്റിസൈഡ് ആസ് എൻ ഇഷ്യൂ. അപ്പോൾ ഒരു കാര്യമുള്ള നമ്മളിപ്പോൾ പല പോളിസി ഫെയിലിയേഴ്സ്, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നമുക്ക് ഒരു ദിവസം 150ഓളം പുതിയ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാവുന്നു. ടു ദ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ക്യാൻസർ ഹോസ്പിറ്റൽസിൽ രജിസ്റ്റർ ചെയ്യുന്നു എവറി ഡേ. പക്ഷേ ഇന്ത്യയിൽ 56 കീടനാശിനികൾ ഇപ്പോഴും ക്യാൻസർ ഉണ്ടാക്കുന്ന കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് ലീഗലി നമ്മൾ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഷിസംസ് ഉണ്ട്, അതായത് അല്ലെങ്കിൽ ഒരു ഷിസോഫ്രീനിയ ഉണ്ട്. ഒരു സൈഡിൽ വി വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് ക്യൂർ ക്യാൻസർ, അറ്റ് ദ സെയിം ടൈം ദ സെയിം ഗവൺമെൻറ് അലോസ് ക്യാൻസർ കോസിങ് സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫ്രീലി without any restrictions. So defies logic അല്ലേ? It defies logic, it defies any kind of thing. അതിൽ തന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 56 എന്നുള്ളതിൽ ഒരു 33 ഗ്ലോബലി എഗ്രീഡ് കാർസിനോജൻസ് ആണ്. സോ ബാക്കിയുള്ളതിൽ 23 there is a ambiguity in sense there are some ഇപ്പോൾ നമ്മൾ സയൻസിലൊരു പ്രോബ്ലം ഉള്ളത്, നമുക്കൊരു ബോഡി ഓഫ് എവിഡൻസ് ഇറ്റ് ഹാസ് ടു ബി ദാറ്റ് സോളിഡ് ടു ടേക്ക് എ പോളിസി ആക്ഷൻ. അപ്പോൾ ആ ഒരു ഡിലേ എന്ന് പറയുന്ന ഒരു 20-22 വർഷത്തേക്ക് ഡിലേ ഉണ്ടാവും. ഒരു സയൻറ്റിഫിക് പോളിസിയിൽ അത്രയും എവിഡൻസ് ഉണ്ടായി. കാരണം ഒരു സയൻറ്റിസ്റ്റും അയാളുടെ പേപ്പറിൽ എഴുതുന്ന അയാളുടെ ഹൈപ്പോത്തീസിസ് ഈ ഒരു പ്രോസസ്സിലൂടെ പോയപ്പോൾ ഹി ഫൗണ്ട് ഇറ്റ് കറക്റ്റ്, ബട്ട് യു നീഡ് മോർ വർക്ക്. കാരണം ഹ്യൂമിലിറ്റി ഈസ് ദ ഫണ്ടമെന്റൽ ഓഫ് എനി സയൻറ്റിസ്റ്റ്. സോ യു കാൻ സേ ദാറ്റ് ദിസ് കോസ്റ്റ് ദാറ്റ്. യു വിൽ സേ ഐ സസ്പെക്ട് ദാറ്റ്. Correct. I mean, my observation says that this cost this, but you need more work. അപ്പോൾ അത്തരത്തിൽ ഈ സയൻസും പോളിസിയും തമ്മിലുള്ള ഈ ഗ്യാപ്പ് വല്ലാത്തതാണ്. അപ്പോൾ ദാറ്റ് ഈസ് വൺ ഏരിയ വി വർക്ക്. ആൻഡ് സെക്കൻഡ് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ വലിയൊരു ക്രൈസിസ് എന്നുള്ളത് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന ഈ വെതർ ചേഞ്ചസിൽ ഉണ്ടാകുന്ന ഇഷ്യൂസാണ്. അപ്പോൾ വി ആർ മോർ ഫോക്കസ്ഡ് ഓൺ ദീസ് ടു, ആൻഡ് വി ആർ ഓൾസോ ലുക്കിംഗ് അറ്റ് റിസോഴ്സസ്. സോ ദീസ് ത്രീ ബിക്കംസ് അവർ. അപ്പോൾ റിസോഴ്സസിൽ ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണുള്ളത്, പിന്നെ എനിക്ക് നമുക്ക് നമ്മുടെ ഒരു ഓൺസ്ലോട്ട് ഓഫ് ഒരു ദിവസം നമുക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിലേക്കൊക്കെ വരുന്നുണ്ട്. ഒരു 30 വർഷം മുന്നേക്കാണെങ്കിൽ ദ ഗവേണൻസ് ഹാഡ് എ മെക്കാനിസം ടു പ്രൊട്ടക്ട് പീപ്പിൾ. നൗ ഇറ്റ് ഇസ് എ മോർ ഓഫ് എൻ ഓപ്പൺ വേർ ദ ഗവൺമെന്റ്സ് ആർ വെരി വീക്ക് നൗ. നൺ ഓഫ് ദ ഗ്ലോബൽ ഗവൺമെന്റ്സ് ആർ കേപ്പബിൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് എനി ലോ വിച്ച് ക്യാൻ പ്രൊട്ടക്ട് പീപ്പിൾ, ബിക്കോസ് ദർ ഇസ് മോർ പവർ ഇൻ കോർപ്പറേറ്റ്സ് ആൻഡ് ലെസ് പവർ ഇൻ ഗവൺമെന്റ്സ്. ഇഫ് യു ലുക്ക് അറ്റ് എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. നമ്മളൊരു 100 ബിഗസ്റ്റ് ബഡ്ജറ്റ്സ് എടുത്താൽ അതിൽ 67 കോർപ്പറേറ്റ് ബഡ്ജറ്റ്സും 33 ഗവൺമെന്റ് ബഡ്ജറ്റ്സുമാണ്. അപ്പോൾ ഗവൺമെന്റ്സ് ആർ വെരി സ്മോൾ നൗ. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ മുന്നിലൊരു വലിയ മനുഷ്യൻ മുന്നിലൊരു വലിയ മൗണ്ടൻ അല്ലേ കാണുന്നത്? അത് ഇതെങ്ങനെ, ഹൗ ഡു യു സീ ദിസ്? എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മാറ്ററാണ്. അതിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. പല ഏരിയാസിൽ വർക്ക് ചെയ്യണം. യു ആസ് എ പേഴ്സൺ വെൻ യു സീ ദിസ് ഹ്യൂമൻഗസ് എമൗണ്ട് ഓഫ് വർക്ക്, കോർപ്പറേറ്റ്സ്, ഗവൺമെൻറ്, പീപ്പിൾ, സൊസൈറ്റി, സൈക്കി എല്ലാം വരുമ്പോൾ ഡു യു ഫീൽ intimidated, helpless, frustrated? I mean, how do you feel? I totally agree with two words. I get intimidated, I get frustrated. Helpless എന്നുള്ളത് കുറച്ചുകൂടെ നമുക്ക് ഒരു പ്രശ്നമുള്ളത്, നമ്മൾ എപ്പോഴാണ് ഹെൽപ്ലെസ് ആവുന്നത്? നമ്മൾ ഹെൽപ്പ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഹെൽപ്ലെസ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഏർലി കരിയർ ഉണ്ടായിട്ടുള്ളത് എൻവയൺമെൻറ്റൽ എഡ്യൂക്കേഷനാണ്. അപ്പോഴാണെങ്കിൽ ഐ വാസ് സോ കോൺഫിഡൻറ്റ് ദാറ്റ് ഓൾ ദ കിഡ്സ് വിൽ സപ്പോർട്ട് മീ. When we moved into endosulfan, the entire state was supporting us. No, I mean, in 2000, when we first wrote a press conference, it was against the state government. And in 2010, when I went to 2011, when I went to Geneva, the state had sent an advisor with me, who is a government servant, to help me and make sure that I am representing the state's views. So ആ മാറ്റത്തിന് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഞാൻ അതിനെ കാണാൻ ശ്രമിക്കുന്നത്. ഒന്ന്. രണ്ട്, എനിക്ക് തോന്നുന്നു ഞാനൊരു കുറച്ചുകൂടെ ഒരു സയൻസിൽ ഞാനൊരു ഡാർവിനിയൻ സ്കൂൾ വല്ലാതെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒരു വലിയൊരു മൗണ്ടൻ ഉണ്ടെങ്കിൽ യു ഹാവ് 2 ചോയ്സസ്. ഒന്ന്, യു ക്യാൻ ബി ഹെൽപ്ലെസ് ആൻഡ് യു ക്യാൻ സറണ്ടർ.
ആൻഡ് യു റിഫ്യൂസ് ടു. ഒരു വളരെ തിരിച്ച് ലിറ്ററേച്ചറിലുള്ളവരാണെങ്കിൽ അയ്യപ്പണിക്കർ പറയുന്നുണ്ടല്ലോ, എന്താ കണിക്കൊന്നയല്ലേ എനിക്കാവതില്ല പൂക്കാതിരിക്കാൻ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. സോ യു ആർ നോട്ട് ഹെൽപ്ലെസ്, യു ഹാവ് ടു ഡു സംതിങ്. ആൻഡ് ദാറ്റ് ഡു സംതിങ് എന്നുള്ള ഒരു ഡ്രൈവിൽ ഒരു പക്ഷേ നല്ല അധ്യാപകർ പഠിപ്പിച്ചതിൻ്റെ ഗുണമായിരിക്കും. പ്രൊഫസർ ജോൺ സി, പ്രൊഫസർ എം ജയരാജൻ, പ്രൊഫസർ എം കെ പ്രസാദ്, സുഗതകുമാരി ടീച്ചർ. അപ്പോൾ അത്തരത്തിൽ എനിക്കൊന്ന് ഐ വാസ് മോർ ഡ്രിവൺ ബൈ പാഷൻ ഓഫ് മൈ ടീച്ചേഴ്സ്. സോ ഇറ്റ് ഡ്രൈവ്സ് മീ ഓൺ ആൻഡ് ഓൺ വിത്തൗട്ട്. ഇപ്പം എൻവയൺമെൻറ്റിൽ നിന്ന് നമ്മൾ ഒത്തിരി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു സാർ. നമ്മുടെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു വിച്ച് വാസ് വെരി റൂട്ടഡ്. അതിൽ നിന്ന് നമ്മൾ ഒത്തിരി മാറിയിരിക്കുന്നു. ഇതൊരു റിവേഴ്സൽ കാണുന്നുണ്ടോ? സംവേർ ആസ് ഒരു കൗണ്ടർ കൾച്ചർ പോലെ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരുപാട് ഹോപ്പുണ്ടോ? ഹോപ്പുണ്ട്. ഹോപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2-3 കാര്യങ്ങളിലെ ഹോപ്പുള്ളത്. ഒന്ന്, കേരളത്തിൻ്റെ ഒരു സ്ട്രെങ്ത് ഉള്ളത് നമ്മുടെ കൾച്ചറിലായിരുന്നു. നമ്മൾ വളരെ ഒരു തരത്തിൽ ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഡോമിനേഷൻ അല്ലെങ്കിൽ മറ്റ് പല നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്ന പല റീസൺസും കേരളത്തിൽ വളരെ കുറവായിരുന്നു, റിലേറ്റീവ്ലി വളരെ കുറവായിരുന്നു. അതിൻ്റെ ഒരു കാരണമുള്ളത് കേരളത്തിൻ്റെ എൻവയോൺമെൻറ്റ് വളരെ റിച്ച് ആയിരുന്നു. ഇപ്പോൾ കേരളത്തിൽ 10 സെൻറ്റിൽ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ആന്ധ്രാപ്രദേശിലാണ് ഒരു 10 ഏക്കർ ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് ഈ 10 സെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ കേരള ഇസ് എ വെരി റിച്ച്, കോൺസെൻട്രേറ്റഡ് ആൻഡ് റിച്ച്നെസ് അലോസ് അസ് ടു ബി ഹിയർ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള നമ്മൾ ആ റിച്ച്നെസ്സിനെ കളഞ്ഞു. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലുള്ള പുഴകളെ നമ്മൾ കൊന്നു, നമ്മൾ ഫോറസ്റ്റിനെ കൊന്നു. അപ്പോൾ നമ്മുടെ വെറ്റ്ലാൻഡ്സ് മുഴുവൻ നമ്മൾ നശിപ്പിച്ചു. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഈ ലാൻഡിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് ഒരു സെക്കൻഡ് റീസൺ ഉള്ളത്. ഇപ്പോൾ ഫസ്റ്റ് റീസൺ ഉള്ള ഒബ്വിയസ്ലി ആസ് യു സെഡ് വിതൗട്ട് ഗെറ്റിംഗ് മെറ്റീരിയൽസ് ഫ്രം ഔട്ട്സൈഡ് വി വിൽ നോട്ട് ഈറ്റ്. പക്ഷേ ദ സെക്കൻഡ് ഫാക്ടർ ഇസ് ദാറ്റ് വി ഹാവ് ലോസ്റ്റ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ സോയിൽ, വി ഹാവ് ലോസ്റ്റ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ എക്കോസിസ്റ്റംസ് ആൻഡ് വി ആർ നോട്ട് റിയലി ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക്. ഇപ്പോൾ ഉള്ളത് ഒരു പക്ഷേ നമ്മളൊരു ഫുൾ സ്വിങ്ങിൽ ഒരു മലയാളി ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 3 കോടി 30 ലക്ഷം ആൾക്കാരുണ്ട്. നമ്മൾ ഒരാൾ ഒരു മരം നട്ട് കഴിഞ്ഞാൽ 3 കോടി 30 ലക്ഷം മരങ്ങളാണ്. ദാറ്റ് വിൽ ഗ്രീൻ കേരള ഇൻ അനദർ 2 to 3 years. യു ഡോണ്ട് നീഡ് ബിഗർ ടൈം. പക്ഷെ ആ ഒരു എഫേർട്ട് എടുത്താൽ പോലും പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി താഴെ പോകുന്നു, വെള്ളം നമുക്ക് കുറഞ്ഞു വരുന്നു, നമുക്ക് മഴ സ്കാറ്റേഡ് ആവും തോറും നമ്മൾ തീരെ റെസീലിയൻ്റ് അല്ലാതാകുകയാണ്. നമ്മൾ ഇഫ് യു ലുക്ക് ബാക്ക് ഒരു 50 years മുന്നേയുള്ള കേരളം എന്ന് വെച്ചാൽ ഹൈലി റെസീലിയൻറ്റ് കേരളം. ഇപ്പോൾ ആണെങ്കിൽ ഒന്നിനോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. സോ വെൻ ദ ലാൻഡ് ലൂസസ് റെസീലിയൻസ് ദ പീപ്പിൾ ലൂസസ് റെസീലിയൻസ്. ഇറ്റ് ഈസ് വെരി വെരി ക്ലോസ്ലി കണക്റ്റഡ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുള്ള എനിക്കൊന്ന് ഐ ക്ലോസ്ലി വാച്ച് യുവർ പ്രോഗ്രാം ഓൾസോ. ദ ഹാപ്പിനെസ് ഈസ് നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽ സെൻട്രിക്. ദ ഡസ്റ്റ് വിൽ, ഇപ്പോൾ ജപ്പാനീസ് പറയുന്നൊരു കാര്യമുള്ളത്, ദേ കോൺസ്റ്റൻ്റ്ലി ആസ്ക് കിഡ്സ് ടു പ്ലേ ഇൻ മഡ് ബിക്കോസ് പ്ലേയിങ് ഇൻ മഡ് ക്രിയേറ്റ് മോർ ഹാപ്പിനെസ് ഇൻ ദം. ഇറ്റ് ഇസ് എ നാച്ചുറൽ കൈൻഡ് ഓഫ് ദ ബാക്ടീരിയാസ് വിൽ ട്രിഗർ ഹാപ്പിനെസ്, ദ സ്മെൽ വിൽ ട്രിഗർ ഹാപ്പിനെസ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ദ ലെസ് വി ആർ ഇപ്പോൾ വി ആർ ഹൈലി നേച്ചർ ഡെഫിഷ്യൻറ്റ് പീപ്പിൾ, വി ആർ ഓവർ സ്ക്രീൻ അഡിക്റ്റഡ് ആൻഡ് നേച്ചർ ഡെഫിഷ്യൻറ്റ്. ഇത് രണ്ടും വല്ലാത്ത ഒരു, അപ്പോൾ ദാറ്റ് ബിക്കംസ് ദ തേർഡ് ഇഷ്യൂ. ഇപ്പോൾ ഈ ഫസ്റ്റ് വി ആർ നോട്ട് ഗെറ്റിംഗ് സംതിങ് ഔട്ട് സൈഡ്, second we are our land systems are coming back, and the third we are nature deficient and we are screen addicted, and the fourth thing is knowledge is a very complex issue and we lost our നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഞാൻ കണ്ണൂരുള്ള ഒരാളാണ്, ഞാൻ തിരുവനന്തപുരത്താണ് കുറേ കാലമുള്ളത്, എൻ്റെ വൈഫ് തൃശ്ശൂരാണ്. ഐ ഡീൽ വിത്ത് 3 different ലാംഗ്വേജസ്. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് മലയാളം എന്നുള്ളത് തന്നെ നമുക്ക് വളരെ വളരെ കുറഞ്ഞു വരണം. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ നാട്ടിനെ കുറിച്ചുള്ള അറിവുകൾ, അതാണ്. ഒരു ഭാഷ ഇല്ലാണ്ടാകുമ്പോൾ ആ അറിവാണ് ഇല്ലാതാണ്. സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് ഏരിയ വേർ കേരള ഈസ് ബിക്കമിങ് ഹൈലി അൺസസ്റ്റൈനബിൾ. ഇപ്പോൾ എൻ്റെ തന്നെ നെവ്യൂസ് നീസസ് ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് എനിക്കുള്ള നേച്ചറിനെ കുറിച്ചുള്ള നോളജ്, അല്ലെങ്കിൽ ഐ നോ അബൌട്ട് വാട്ട് ഐ ലേൺ ഫ്രം മൈ ഗ്രാൻഡ് ഫാദർ, മൈ മദർ, മൈ അങ്കിൾസ്, ദാറ്റ് ടീച്ചസ് അബൌട്ട് ഹൗ ഐ ഡീൽ വിത്ത് മൈ ലാൻഡ്, how I deal with water, how I deal with resources, and that I cannot communicate because that language is not there. So the 4 serious issues are, I mean, I feel that is threatening Kerala. ഒരു സാധാരണ വ്യക്തി ജീവിതകാലം മുഴുവൻ എൻവയൺമെൻറ്റ് പോലെ ഒരു മാമത്ത് ഇഷ്യൂ, അത് പേഴ്സണൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നു, പേഴ്സണൽ ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നു. ഇതുപോലെ ഒരു ഗ്ലോബൽ മാമത്ത് ഇഷ്യൂവിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ഒരു ലൈഫ് ടൈം കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. വാട്ട് ഡ്രൈവ്സ് യു ഓൺ? എന്താണ് അതിൻ്റെ പുറകിലുള്ള ഇഥോസ്? ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ?
അതൊരു വളരെ മറുപടി പറയാൻ വളരെ പ്രയാസമുള്ളൊരു ചോദ്യമായിരിക്കും. എനിക്കൊന്ന് എൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സിൽ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഞാൻ ഒരു പുസ്തകം വായിക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കൊന്ന് എൻ്റെ മനസ്സിലെന്നും വല്ലാതെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ ഒന്നുള്ളത് പലപ്പോഴും ഞാൻ വായിച്ചിട്ടുള്ള പല ഓതേഴ്സുണ്ട്. ഇപ്പോൾ ഇൻ ദ ഷാഡോ ഓഫ് മാൻ ആണെങ്കിലോ അത്തരത്തിൽ നമ്മൾ പരിസ്ഥിതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിതം ഇപ്പോൾ റേച്ചൽ കാസിൻ്റെ സൈലന്റ് സ്പ്രിംഗ് ആണ് ഒരു പക്ഷേ ഞാൻ എല്ലായിടത്തും കോട്ട് ചെയ്യുന്ന മനുഷ്യൻ്റെ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും എല്ലാ ചിന്തകളെയും മാറ്റിമറിച്ചൊരു പുസ്തകമാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ പലരെയും നോക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളിലൂടെ അവരെങ്ങനെയാണ് വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളതെന്നുള്ള നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ആൾക്കാർ വലുതൊക്കെ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഒരാളെന്നുള്ളതല്ല നമ്മളങ്ങ് തീരെ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മളെന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നുള്ളൊരു ചിന്ത വല്ലാതെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട്, ഞാൻ വളരെ പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല. എനിക്കൊന്ന് ഞാൻ ഇന്ന് എവിടെയുണ്ടോ അത് ഈ ചില പ്ലാനിങ് ഇല്ലാത്തൊരു പരിണിതിയാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള എൻവയൺമെൻറ്റൽ എഡ്യൂക്കേഷനാണ്. അതിന് ഞാൻ കടുവ സംരക്ഷണമായിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തു. അവിടുന്ന് കടലാമ സംരക്ഷണമായിട്ട് വർക്ക് ചെയ്യാൻ പോകണം. കടലാമ സംരക്ഷണത്തിൻ്റെ ഇടയിലാണ് നമ്മൾ കെമിക്കൽസ് എങ്ങനെയാണ് ഭൂമിയെ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ എൻഡോസൾഫാനിലേക്ക് വരുന്നു. എൻഡോസൾഫാനിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കീടനാശിനികളെക്കുറിച്ചും എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് തന്നെ പല കെമിക്കൽസിൻ്റെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മാറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ട്രീമിലൂടെ ഇങ്ങനെ ഒന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നുള്ളത് ഒരുപക്ഷെ ലോകത്തിൽ ഈ അതാത് സബ്ജക്ട്സിലുള്ള ഏറ്റവും വലിയ എക്സ്പേർട്സിൻ്റെ കൂടെ നമുക്കിരുന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞ കോളേജിൽ പ്രൊഫസർ ജോൺസന്റെ കൂടെ ഇരിക്കുമ്പോഴാണെങ്കിലും അത്തരത്തിൽ വലിയ നോളജ് ഷെയർ ചെയ്യാനുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായിരിക്കും ഒരു പക്ഷേ ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത്. അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് എൻഡോസൾഫാൻ ഞാൻ 14 വർഷം പലപ്പോഴും കോൾഡ് എയർപോർട്ട്സിൽ 12 മണിക്കൂറും 13 മണിക്കൂറും, കാരണം യൂനിപ്പ് എടുത്തിരുന്ന എക്കോണമി ടിക്കറ്റാണ്, അപ്പോൾ നമുക്ക് ചോയ്സ് ഇല്ല. ഇരുന്നിട്ടുള്ളത് നമുക്കൊരു ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിന് ഒരാളിന് കൊടുക്കുന്ന ഒരു ഓയിങ് ഉള്ളു. ഐ ഓ ടു ബേഡു എന്നുള്ളിടത്താണ് എൻ്റെ എൻഡോസൾഫാൻ വർക്ക് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിനെസ് തരുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു നമുക്ക്, ആസ് യു സെഡ്, വളരെ മാമത്ത് ഇഷ്യൂ ആണ്. പക്ഷേ ലെറ്റസ് ടേക്ക് ഒരു ടേക്ക് ഉണ്ടല്ലോ, ആ ടേക്കിൽ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഞാൻ നട്ട മരങ്ങളിൽ നിന്ന് എത്ര വലുതാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത് തരുന്നൊരു വലിയ സന്തോഷമുണ്ട്. വളരെ ഒരുപക്ഷെ എൻ്റെ നെവ്യൂസിന് വേണമെങ്കിൽ ഐ എം നോട്ട് ലീവിങ് എനിത്തിങ്, പക്ഷേ ഞാൻ മരങ്ങൾ മുറിച്ച് വിറ്റാൽ തന്നെ അവർക്ക് വേണമെങ്കിൽ ഒരുപാട് പൈസ വേണമെങ്കിൽ ഉണ്ടാകും. പക്ഷെ അവർ മുറിക്കാതിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു എൻവയറമെന്റലിസ്റ്റ് എന്ന നിലയ്ക്ക്, ഒരു തിങ്കർ ആൻഡ് ആസ് എ പേഴ്സൺ, ഹാപ്പിനെസ് മൂഡ് ഡൗൺ ആണെങ്കിൽ പെട്ടെന്ന് മൂഡ് മാറ്റാൻ അപ്പാവാൻ എന്താണ്? എനിക്കൊന്ന് 2 കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്ന്, ക്ലോറിൻ ഇല്ലാത്ത നല്ലൊരു വെള്ളത്തിൽ മുഖം കഴുകി ഞാൻ അപ്പം ഇൻസ്റ്റൻ്റ്ലി ഐ ആം ബാക്ക് ടു മൈസെൽഫ്. ഒന്ന്. 2, എനിക്ക് തോന്നുന്നു ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്യാറുള്ളൊരു കാര്യമുള്ള ഒരു ഗ്രീനറിയിലേക്കുള്ള നോട്ടം. പലപ്പോഴും ഞാൻ താമസിക്കുന്ന വീട്ടിലാണെങ്കിലും ഞാൻ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും എനിക്കെന്നും ഒരു ഗ്രീൻ എൻവയൺമെൻറ്റിൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു പച്ചപ്പിലേക്ക്, ഒരു ചെടിയുടെ പച്ചപ്പിലേക്ക് കുറേ സമയം നോക്കിയിരിക്കുകയാണെങ്കിൽ ഐ ആം ബാക്ക് ടു myself and I'll be ready to take anything. Generally I'm a very happy person എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. Thank you so much for coming on to the show, sir. Lovely talking to you.